നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലതരം കള്ളന്മാരെ കണ്ടിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കള്ളനുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ സ്വർണവും പണവുമൊക്കെയാണ് കള്ളന്മാരെ പേടിച്ച് മാറ്റിവെക്കാറുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതൊക്കെ മാറി സ്വർണവും പണവും അതിനേക്കാൾ മൂല്യമുള്ളതായിട്ട് വെളിച്ചെണ്ണ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് തന്നെ അത്തരത്തിലൊരു കള്ളനാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. എറണാകുളം ആലുവയിൽ കടയിൽ നടന്നൊരു മോഷണമാണ് ഈ പ്രചരിക്കുന്ന വാർത്തകൾക്കൊക്കെ അടിസ്ഥാനം. അതായത് തോട്ടുമുഖം പാലത്തിന് സമീപത്തെ ഒരു കടയിൽ ഒരു മോഷണം നടന്നിരിക്കുകയാണ്. ഇവിടെ മോഷണം പോയിരിക്കുന്നത് പണമോ അല്ലെങ്കിൽ മറ്റു വിലപിടിപ്പുള്ള സാധനങ്ങളുമോ ഒന്നുമല്ല, മറിച്ച് 30 കുപ്പി വെളിച്ചെണ്ണയാണ്. 30 കുപ്പി വെളിച്ചെണ്ണ മോഷ്ടിച്ച് ചാക്കിലാക്കി അയാൾ കടന്നു കളയുന്നതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ആദ്യം കടയുടെ പിൻഭാഗത്തെ തറ തുറന്ന് കടയിൽ കയറാൻ ശ്രമിച്ചുവെങ്കിലും അത് പരാജയപ്പെട്ടതോടെ കടയുടെ പൂട്ട് തകർത്ത് അകത്ത് കയറി കടയിലുണ്ടായ 30ഓളം കുപ്പി വെളിച്ചെണ്ണ കള്ളൻ കടയിൽ നിന്ന് തന്നെയുള്ള ചാക്കിൽ എടുത്തിടുകയും മോഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു. മോഷണത്തിനിടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന സോഫ്റ്റ് ഡ്രിങ്ക് കുടിച്ച് ക്ഷീണം മാറ്റുന്നതും കാണാൻ സാധിക്കും. ശനിയാഴ്ച പുലർച്ചെയാണ് ഇത്തരമൊരു മോഷണം നടന്നിരിക്കുന്നത്. 4 കുപ്പി വെളിച്ചെണ്ണയാണ് കടയിൽ നിന്ന് ബാക്കിയുള്ളത് എന്നാണ് വിവരം. വെളിച്ചെണ്ണ കൂടാതെ 10 പാക്കറ്റ് പാലും 1 പെട്ടി ആപ്പിളും മോഷണം പോയിട്ടുണ്ടെന്നാണ് കടയുടമ പറയുന്നത്. പിടിക്കപ്പെടാതിരിക്കാൻ കടയിലെ CCTVയുടെ കേബിള് മുറിച്ചു മാറ്റിയാണ് മോഷ്ടാവ് കടന്നു കളഞ്ഞത്. പക്ഷേ മോഷ്ടാവിന്റെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, CCTV ദൃശ്യങ്ങൾ അതിനു മുമ്പ് തന്നെ ലഭ്യമായിരിക്കുകയാണ്. വെളിച്ചെണ്ണയ്ക്ക് വൻതോതിൽ വില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു മോഷണം കൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് പ്രത്യേക ഒരു സമയത്ത് ഉള്ളിക്ക് ഇതുപോലെയുള്ള ഒരു വില കൂടിയിരുന്നു. അതായത് സവോളയ്ക്ക് തീ പാറുന്ന വിലയായിരുന്നു. ആ സമയത്ത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു ഹാസ്യരൂപേണ നമ്മളൊരു കല്യാണമോ മറ്റെന്തെങ്കിലും ആഘോഷമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് പകരം ഈ സവോള കൊടുക്കും. കാരണം അത്രമാത്രം വില കൂടിയ ഒരു വസ്തുവാണ് അതെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഹാസ്യരൂപേണയുള്ള വീഡിയോകളൊക്കെ പ്രചരിച്ചിരുന്നു. ഇപ്പോൾ അതേ രീതിയിലേക്കാണ് വെളിച്ചെണ്ണയുടെ കാര്യം പോകുന്നത്. കേരം തിങ്ങുന്ന നാടാണ് കേരളമെങ്കിലും ഇപ്പോൾ വെളിച്ചെണ്ണയുടെ ലഭ്യത അത് വളരെ കുറയുകയാണ്. വലിയ രീതിയിലുള്ള വിലവർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ വിലവർധനവിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ആഴ്ചയൊക്കെ തന്നെ അംഗനവാടിയിൽ സൂക്ഷിച്ചിരുന്ന വെളിച്ചെണ്ണ കളവ് പോയ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. അത് മാത്രമല്ല വെളിച്ചെണ്ണ, തേങ്ങ, നെയ്യ് എന്നിവയിലടക്കം നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഭക്ഷണവില കുത്തനെ വർദ്ധിപ്പിക്കാനാണ് ഹോട്ടൽ ഉടമകളും തീരുമാനിച്ചിരിക്കുന്നത്. ആറ്റിങ്ങൽ നഗരസഭയിലെ കുടുംബശ്രീ ക്യാൻറ്റീനിൽ ഊണിന്റെ വില തിങ്കളാഴ്ച മുതൽ 40 രൂപയാക്കുമെന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. അതായത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം വിറ്റിരുന്ന ഒരു ഘടകമാണ് കുടുംബശ്രീയുടെ ക്യാൻറ്റീൻ എന്നൊക്കെ പറയുന്നത്. 30 രൂപയൊക്കെയാണ് സാധാരണഗതിയിൽ അവിടുത്തെ ഫുഡിന്റെ വില. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിൽ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ 40ഓളം രൂപയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. വെളിച്ചെണ്ണ വില 500 കഴിഞ്ഞതോടെ പൊരിപ്പുകളുടെ വില കൂട്ടുകയോ അല്ലെങ്കിൽ അളവിൽ കുറയ്ക്കുകയോ ചെയ്യണമെന്നാണ് ഹോട്ടൽ ഉടമകളുടെ തീരുമാനം. ഹോട്ടലുകളിൽ നിലവിൽ ഉച്ചയൂണിന് 70 മുതൽ 100 രൂപ വരെ നൽകുന്നുണ്ട്. ഇനി മീനും കൂട്ടി ഊണ് കഴിക്കണമെങ്കിൽ ഇതിന്റെയും വില കൂടാനുള്ള സാധ്യതയുണ്ടാകുമെന്നുള്ളതാണ്. സാധനങ്ങളുടെ വില കൂടുന്നതോടെ സാധാരണ ഊണിൽ നിന്നൊക്കെ തോരൻ, അതായത് വെളിച്ചെണ്ണ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഡിഷാണ്, അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്, അതൊക്കെ ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. തേങ്ങ കൂടുതൽ ചെലവാകുന്നതാണ് ഇത്തരം വസ്തുക്കൾ അല്ലെങ്കിൽ ഇത്തരം ഐറ്റംസ് ഒക്കെ കുറയ്ക്കാനുള്ള കാരണമായിട്ട് ഉടമകൾ പറയുന്നത്. തേങ്ങയും എണ്ണയും പാലും നെയ്യും ഒഴിച്ചുള്ള വിഭവങ്ങൾ ഒരുക്കിപ്പിടിച്ച് കൊണ്ട് ഉടമകൾ വിൽപ്പന നടത്തണം എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വിവരം. നാളികേര ഉൽപാദനം കുറഞ്ഞതോടെയാണ് സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില റെക്കോർഡിലേക്ക് പോകുന്നതെന്നാണ് സർവേകൾ ചൂണ്ടിക്കാട്ടുന്നത്. 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ വില 400 രൂപ കടന്നിരിക്കുകയാണ്. 8 മാസത്തിനിടെ വെളിച്ചെണ്ണ വില 2 ഇരട്ടിയായിട്ടാണ് ഉയർന്നിരിക്കുന്നത്. പൊതുവിപണിയിൽ ലിറ്ററിന് 420 മുതൽ 430 രൂപയ്ക്കും വെളിച്ചെണ്ണ വിൽക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഗുണനിലവാരമില്ലാത്ത വെളിച്ചെണ്ണ 340 360 രൂപയ്ക്ക് ഇടയിൽ ലിറ്ററിന് വിപണിയിൽ എത്തിക്കുന്നവരും ഒരു ഭാഗത്തുണ്ട്.
അറിയിച്ചിട്ടുണ്ട്. നാളികേരത്തിന്റെയും കൊപ്രയുടെയും വില ഉയരുന്നത് വെളിച്ചെണ്ണയുടെ വില കൂടിയതിന് കാരണമായെന്ന് വ്യാപാരികൾ പറയുന്നു. കിലോയ്ക്ക് 71 മുതൽ 80 രൂപ വരെയാണ് നാളികേരത്തിന്റെ മൊത്തവില. ചില്ലറ വിൽപ്പന ഇതിലും കൂടുതലാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ വെളിച്ചെണ്ണ ലിറ്ററിന് 230 ആയിരുന്നത് ഈ വർഷം ജനുവരി ആദ്യം 225 കുറഞ്ഞു. മെയ് ആദ്യവാരം 300 കടന്നു. വെളിച്ചെണ്ണ വില കൂടിയത് കുടുംബ ബജറ്റുകളുടെയും ഹോട്ടൽ കാറ്ററിംഗ് ഉടമകളുടെയും ബേക്കറി ഉടമകളുടെയും ഒക്കെ പ്രതിസന്ധിയിലേക്ക് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. മറ്റ് എണ്ണകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണവും കൂടി വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ. കൊപ്രക്ഷാമം രൂക്ഷമായതോടെ മില്ലുകളും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള KRFED-ൽ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 419 രൂപയാണ് പരമാവധി വിൽപ്പന വില എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ 6 മാസത്തിനിടെ 3 തവണയാണ് KRFED വെളിച്ചെണ്ണ വില കൂട്ടിയിരിക്കുന്നത്. ഈ മാസം 9-നാണ് ഒടുവിലായി വില ലിറ്ററിന് 419 രൂപ കൂട്ടിയതെന്നാണ് കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് പുറത്തുവന്ന റിപ്പോർട്ട്.